Hey guys, welcome back to my YouTube channel. So ഞാൻ ദേ ഒരു ഓട്ടോയിലൊക്കെ കയറി എങ്ങോട്ടാ പോകുന്നതെന്ന് ചോദിച്ചാൽ രാവിലെ തന്നെ ഞാൻ ദേ മോളിലേക്കാണ് പോകുന്നത്. സോ ഇത് എൻ്റെ ഒരു സോളോ ഷോപ്പിംഗ് ഡേ ആണ്. ആക്ച്വലി എൻ്റെ കൂടെ ഫ്രണ്ട്സോ ഫാമിലീസോ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങിയിരിക്കുന്നത്. ആൻഡ് എനിക്കിന്ന് കുറച്ചധികം ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ ദേ മോൾ ഓഫ് ട്രാവൻകൂറിലേക്കാണ് വന്നിട്ടുള്ളത്. ഓണം ആയതുകൊണ്ട് തന്നെ കുറച്ചധികം ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ എൻട്രൻസിൽ കണ്ടു. ആൻഡ് ഞാൻ ദേ എസ്കലേറ്റർ കയറി നേരെ ഒയിലേക്ക് പോവുകയാണ്. ദാറ്റ് ഈസ് സെക്കൻഡ് ഫ്ലോറിലേക്ക് പോവുകയാണ്. എന്തിനാണ് ഞാൻ അങ്ങോട്ട് പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് ഡ്രസ്സസും കാര്യങ്ങളും മേടിക്കാനാണ്. ഓണം ബേസ്ഡ് ആയിട്ടൊന്നും അല്ല, ചുമ്മാ ഞാൻ വിചാരിച്ചു കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മേടിക്കാമെന്ന്. അപ്പോൾ വന്നതും ഞാൻ ദേ മിറർ കണ്ടു. മിറർ കണ്ടാൽ നമ്മൾ വിടില്ലല്ലോ. സോ ഞാൻ ദേ കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. അങ്ങനെ അതിന് ശേഷം ഞാൻ വന്നിട്ടുള്ളത് മാക്സിലേക്കാണ്. ആക്ച്വലി മാക്സിൽ കുറച്ചധികം കളക്ഷൻസും കാര്യങ്ങളൊക്കെ കാണുമെന്ന് കരുതി കയറിയതാണ്. ഞാനൊരു 1 month മുന്നേ മാക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു അത് തന്നെയാണ് ഈ 1 monthന് ശേഷം ഓണമായിട്ടും അവിടെ സെപ്പറേറ്റ് ആയിട്ട് ഭയങ്കര സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. പിന്നെ കുറച്ച് കുർത്തീസും കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ചപ്പം അതും എനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല. കളേഴ്സ് ആയാലും സൈസ് ആയാലും ഒന്നും അങ്ങനെ പിടിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ നേരെ ഈ ഒരു മാക്സിൽ നിന്നും ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് പിന്നെ പോയത് ട്രെൻഡ്സിലേക്കാണ്. ട്രെൻഡ്സിൽ പോയപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി പേഴ്സണലി. ബിക്കോസ് 2-3 ഡ്രസ്സസ് എനിക്ക് ഭയങ്കര രീതിക്ക് ഇഷ്ടമായി. സോ കൺസിഡറബിളി മറ്റ് ഷോപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ കളക്ഷൻസ് എനിക്ക് ഇവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം 2-3 ഡ്രസ്സസ് എനിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഇവിടെ നിന്ന് തന്നെ മേടിച്ചു ഗൈസ്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഞാൻ വന്ന് ട്രയൽ ചെയ്ത് നോക്കി. അപ്പോൾ അതിൽ കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, കുറച്ചൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇത് ഈ ഒരു ഗ്രീൻ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഇതിൻ്റെ സൈസ് എനിക്ക് കറക്റ്റ് ഇല്ലായിരുന്നു, ഇതിൻ്റെ വലിയ സൈസ് ഇല്ലായിരുന്നു. സോ ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു ബ്രൗൺ ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു കോഫി ബ്രൗൺ ഒക്കെ പോലത്തെ കളറാണ്. ഭയങ്കര സൂപ്പർ, എന്താ പറയുക, ഭയങ്കര ഒരു കംഫർട്ടബിൾ ആണ് ഈ ഒരു ഡ്രസ്സ്. അതിനുശേഷം ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു ജീൻസും ഈ ഒരു വൈറ്റ് ടോപ്പുമാണ്. ഈ ടോപ്പ് വന്നിട്ട് ഓഫ് ഷോൾഡർ ടോപ്പാണ്. എന്തോ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ എടുത്തോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കാരണം നല്ല കംഫർട്ടബിൾ ആണ് ആൻഡ് സ്റ്റൈലിഷും ആണ്. ഇഷ്ടപ്പെട്ടു, പക്ഷെ എടുത്തോ ഇല്ലയോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു ക്രീം ഡ്രസ്സ്, ഇത് ഫോട്ടോയിൽ കാണുന്നതിനെക്കാളും കുറച്ചുകൂടെ ഭംഗി നേരിട്ട് കാണാനാണ്. അപ്പോൾ അത്രയും ഡ്രസ്സ് ട്രൈ ചെയ്തതിൽ കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഏത് ഡ്രസ്സൊക്കെയാണ് ഞാൻ എടുത്തത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ദെൻ ഞാൻ അതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി. അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി നേരെ വന്നത് മിനിസോയിലേക്കാണ്. അപ്പോൾ മിനിസോയിൽ വന്നിട്ട് കുറച്ച് ലിപ്സ്റ്റിക് കളക്ഷൻസൊക്കെ ഞാൻ അവിടെ കണ്ടു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിൽ 1-2 ലിപ്സ്റ്റിക് ഷെയ്ഡൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടുത്തെ തന്നെ മിററിൽ നോക്കിയിട്ട് ലിപ്സ്റ്റിക് ഇടുകയാണ്. ബിക്കോസ് ഞാൻ തന്നെയാണ് ക്യാമറ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. സോ ക്യാമറ ഞാൻ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാണ് ഈ ലിപ്സ്റ്റിക് ഇട്ട് നോക്കുന്നത്. ഓക്കെ, ഈ ഒരു കളർ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അത്രയും പ്രൈസിന് ഇത് വേർത്ത് അല്ല എന്ന് കരുതിയിട്ടാണ് ഞാനിത് എടുക്കാത്തത്. സംഭവം കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഓവറോൾ ആ ഒരു ഇട്ടപ്പോൾ ഉള്ള ലുക്കൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ബട്ട് വേണ്ടാന്ന് കരുതി ഞാൻ അതവിടെ വെച്ചു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ലിപ് ഷെയ്ഡ് എനിക്ക് എങ്ങനെയാണെന്ന്. എനിക്ക് ഭയങ്കര സ്യൂട്ടബിളായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നാച്ചുറൽ ലുക്ക് ഉണ്ടായിരുന്നു. ദെൻ അവിടുത്തെ കുറച്ച് സ്പ്രേസ് ഞാൻ ട്രൈ ചെയ്തു, പെർഫ്യൂംസ്. ഇത് സ്പ്രേ ആണ് ആക്ച്വലി. ഇതിൻ്റെയൊക്കെ ഈ എൻഡിലുള്ള ആ ഒരു ക്യാപ്പ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ അടിക്കുന്നത്, സ്പ്രേ ചെയ്യുന്നത് ഇളക്കി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ആരെങ്കിലും വന്നിട്ട് എപ്പോഴും യൂസ് ചെയ്ത് ഈ പ്രോഡക്റ്റ് തീരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ആ ഒരു ക്യാപ്പ്, മുകളിലുള്ള ക്യാപ്പ് അവർ റിമൂവ് ചെയ്തേക്കുന്നത്. എല്ലാത്തിൻ്റെ അങ്ങനെയായിരുന്നു. ആദ്യം വിചാരിച്ചു ഒന്നിൽ മാത്രമേ, നോക്കിയപ്പോൾ എല്ലാത്തിലും അങ്ങനെയായിരുന്നു. സോ നമ്മൾ കൂടുതൽ പ്രോഡക്റ്റ് കസ്റ്റമേഴ്സ് വന്നിട്ട് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് തീർക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി അവരത് റിമൂവ് ആക്കി വെക്കുന്നത്. ആൻഡ് പെർഫ്യൂമിൻ്റെ മണമൊന്നും എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. മിനിസോ എന്ന് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ കോസ്മെറ്റിക് പ്രോഡക്ട്സ് ഒന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ കരുതി ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അങ്ങനെ ഞാൻ നോക്കിയപ്പം വലിയത് മാത്രമല്ല ചെറിയ ചെറിയ സൈസിലുള്ള പെർഫ്യൂംസ് അവിടെ കാണാനുണ്ടായിരുന്നു. ഈ ചെറിയ സൈസിലുള്ള പെർഫ്യൂംസിൻ്റെയും ക്യാപ്പ് അവർ റിമൂവ് ചെയ്തിരുന്നു. എന്തോ ആയിക്കോട്ടെ. ദെൻ ഞാൻ നോക്കിയപ്പോൾ കുറേ അധികം ഷീറ്റ് മാസ്ക് അവിടെ കണ്ടു. അതിൻ്റെ വെറൈറ്റി കളക്ഷൻസ് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതെന്താ, ഫേക്ക് നെയിൽസ് ഒരുപാടുണ്ടായിരുന്നു, അതിൻ്റെയും കളക്ഷൻസ് കൊള്ളാം. പിന്നെ യെസ്, ഓഫ് കോഴ്സ് നമുക്ക് മിനിസോയിൽ എന്താണ് മേജറായിട്ടുള്ളതെന്ന് അറിയാം. ഇതുപോലത്തെ ക്യൂട്ട് ബൊമ്മകൾ, ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് ഞാനൊരു 3 ഷീറ്റ് മാസ്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ഞാൻ ഉടനെ കാണിക്കുന്നതായിരിക്കും.
ആൻഡ് ഷീറ്റ് മാസ്ക് മാത്രമല്ല, അതുപോലെ തന്നെ ഫീറ്റിന് വേണ്ടിയിട്ടുള്ളത്, നമ്മുടെ പാംസിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഞാൻ സെപ്പറേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ ഒരു പില്ലോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. കാരണം നമ്മൾ എവിടെയെങ്കിലും ട്രാവലൊക്കെ പോകുമ്പോൾ യൂസ്ഫുൾ ആയിരിക്കും ഇത്. പക്ഷേ ഞാൻ എടുത്തില്ല, ബിക്കോസ് അത്രയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടൊന്നും എനിക്കത് ഫീൽ ആയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് എടുക്കാത്തത്. പിന്നെ ഈ ഒരു 3 ഷീറ്റ് മാസ്ക് അത് ഞാൻ എടുത്തതാണ്. എങ്ങനെയാണെന്ന് അറിയില്ല, ബിക്കോസ് ഞാൻ ഇതിന് മുന്നേ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ആൻഡ് കണ്ണടകൾ, ഒരുപാട് വെറൈറ്റി കളക്ഷൻസിലുള്ള സ്പെക്സ് ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ഔട്ടിങ്ങിനും പുറത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയിട്ടുള്ള പലതരത്തിലുള്ള നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള എന്താ പറയുക സ്പെക്സ് അവിടെ ഉണ്ടായിരുന്നു. പല പല കളേഴ്സ്. പക്ഷേ പ്രൈസ് റേഞ്ച് കുറച്ച് കൂടുതലാണ്, എങ്കിലും കുഴപ്പമില്ല, അഫോർഡബിൾ ആണ്. പക്ഷെ ഞാൻ ഈ ഗ്ലാസസ് ഒന്നും എടുത്തില്ല, ബിക്കോസ് ഞാൻ ഉടനെ ഒന്നും പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചധികം ടയേർഡായിപ്പോയി, ബിക്കോസ് എനിക്ക് നല്ല രീതിക്ക് വിശന്നത് കൊണ്ട് തന്നെ ഞാൻ നേരെ പോയിട്ട് ബർഗർ കഴിച്ചു. ബർഗർ മാത്രമല്ല, ഞാൻ ഫ്രൈഡ് ചിക്കനും അതുപോലെ തന്നെ സ്ട്രോബെറി ഷേക്കൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. സോ അതൊക്കെ കഴിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ആശ്വാസമായത്. കാരണം ഞാൻ ഇതെല്ലാം നോക്കി അലഞ്ഞ് തിരിഞ്ഞിട്ട് എനിക്ക് നല്ല രീതിക്ക് വിശന്നു. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, പോയി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കഴിക്കാൻ വന്നതാണ്. പിന്നെ ഞാൻ ആക്ച്വലി അധികം ഞാൻ പുറത്തോട്ട് ഒറ്റയ്ക്ക് പോകാറില്ല. ഒറ്റയ്ക്ക് മീൻസ് എപ്പോഴും എൻ്റെ കൂടെ ഫ്രണ്ട്സോ ഫാമിലീസിൽ ആരെങ്കിലും ഒക്കെ കാണും. സോ ഇന്ന് ഞാൻ ഒറ്റയ്ക്ക്, ഇന്നല്ല, ഞാൻ ഇടയ്ക്കൊക്കെ വരുമെങ്കിലും ഈ സോളോ ആയിട്ട് നമ്മൾ പുറത്തോട്ട് ഒറ്റയ്ക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്നില്ലാത്തൊരു കോൺഫിഡൻസ് ഒക്കെ ഡെഫിനറ്റ്ലി കിട്ടും. സോ ഓണം ആയതുകൊണ്ട് തന്നെ പുറത്തൊക്കെ ഭയങ്കര ബഹളമായിരുന്നു. കാരണം ഓണം സെലിബ്രേഷൻ്റെ പാട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഔട്ട് സൈഡ് നടക്കുന്നുണ്ടായിരുന്നു. സോ ഞാൻ അതൊക്കെ ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് ഫൈനലി ഞാൻ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. സോ എൻ്റെ വ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.